നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. ലോകരക്ഷിതാവായ യേശുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസായി ഏവരും ആഘോഷിക്കുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു. പക്ഷേ ബെത്ലഹേം ഇപ്പോൾ അശാന്തമാണ്. യേശു പിറന്ന ഫലസ്തീനിലെ ബെത്ലഹേമിൽ ആഘോഷങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. തങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന ആരോപണവുമായി ക്രിസ്ത്യാനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് ഇസ്രായേലിൽ 1,82,000, വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമായി 50,000, ഗാസയിൽ 1,300 എന്നിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ. ബെത്ലഹേമിലെ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച് പാസ്റ്റർ മുൻതർ ഐസക്കിന്റെ ഒരു പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധമായതോടെയാണ് ഇസ്രായേലിൽ ക്രിസ്ത്യാനികൾ അശാന്തരാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ശ്രദ്ധേയമാകാൻ തുടങ്ങിയത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെയാണ് ക്രിസ്മസിന് അമേരിക്കക്കാർ ബെത്ലഹേമിനെ കുറിച്ച് പാടുന്നത് എന്ന വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ നികുതി പണവും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും ക്രിസ്ത്യാനികളെ ചെറിയ പട്ടണമായ ബെത്ലഹേമിൽ നിന്ന് പുറത്താക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് അവർ അറിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് അമേരിക്കക്കാരോട് ഇദ്ദേഹം ചോദിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ക്രിസ്മസുകൾക്കൊന്നും പഴയ പൊലിമയില്ല. ഇസ്രായേൽ സൈന്യം ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചു, മറ്റു നിയന്ത്രണങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെ ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷം നിയന്ത്രണ വിധേയമാണ്. പള്ളികളിൽ അലങ്കാരങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നഗരം സന്ദർശിക്കുന്നതിൽ ഫലസ്തീൻ ക്രിസ്ത്യാനികളെ ഇസ്രായേലി സൈന്യം തടയുന്നുണ്ട് എന്ന ആരോപണവും കുറ്റപ്പെടുത്തലും പരാതിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് ഈ വർഷം ക്രിസ്മസ് ആഘോഷം പരിമിതപ്പെടുത്തുമെന്ന് ബെത്ലഹേം മുനിസിപ്പാലിറ്റി അധികൃതരും അറിയിച്ചിരുന്നു. പ്രാർത്ഥനകളും മതപരമായ ചടങ്ങുകളും മാത്രമേ ഉണ്ടാകൂ. ഇസ്രായേൽ സർക്കാരിനെ ഇവിടുത്തെ സഭകൾ വിമർശിക്കാറുണ്ട്. ഇസ്രായേലിലെ ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും മേൽ നികുതി ചുമത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ചർച്ചുകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കി അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്ന ആരോപണവും ശക്തമാണ്. ചർച്ചുകൾ, സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ, പുരോഹിതന്മാർ എന്നിവർക്ക് നേരെ ഇസ്രായേലി കുടിയേറ്റക്കാർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ഈ ആക്രമണങ്ങൾ തുടരവെയാണ് അവരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമവും കൂടി നടക്കുന്നതെന്നതും ശ്രദ്ധേയം. പ്രധാന സഭകളുടെ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് നികുതി ചുമത്തി വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരെ ഇസ്രായേൽ അധികൃതർ ഏകോപിത ആക്രമണം നടത്തുന്നു എന്നാണ്. ജനസംഖ്യയുടെ 2% താഴെയുള്ള ക്രിസ്ത്യാനികൾ ഇസ്രായേലിലും ഫലസ്തീനിലും ന്യൂനപക്ഷമാണ്. എന്തായാലും ഇത്തരത്തിലാണ് ഇസ്രായേലിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ വളരെയധികം അസ്വസ്ഥരാണ് ഇസ്രായേലിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരുടെ അവിടെ നിന്നുള്ള അനുഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം യമനിൽ നിന്ന് ഹൂതികൾ വിക്ഷേപിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ടെൽ അവീവിൽ പതിച്ച് 16 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി തെക്കൻ ടെൽ അവീവിലെ പാർക്കിലാണ് മിസൈൽ പതിച്ചത്. ഫലസ്തീൻ 2 എന്ന് പേരിട്ട ഈ മിസൈലാണ് ഹൂതികൾ അയച്ചത്. കൃത്യമായ സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ സാധിച്ചെന്നും ഹൂതി വക്താവ് യഹ്യ സാരി പറഞ്ഞു. ഗാസയിലെ തങ്ങളുടെ സഹോദരങ്ങളുടെ കൂട്ടക്കൊലയ്ക്കും യമനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ ആക്രമണമെന്നും സാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.